എന്റെ സഹോദരരെ, നിങ്ങളിരുന്ന് ശ്രദ്ധയോടെ ശ്രവിക്കുവിൻ. തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 23 മുതൽ 22 വരെയുള്ള തിരുവചനങ്ങൾ. സമാധാനത്തിന്റെ ദൈവം നിങ്ങളെ പൂർണ്ണമായി വിശദീകരിക്കട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യാഗമനത്തിൽ നിങ്ങളുടെ ആത്മാവും ജീവിതം ശരീരവും അവികലവും പൂർണ്ണമായിരിക്കാൻ ഇടയാകട്ടെ. നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാണ്, അവിടുന്ന് അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യും. സഹോദരരെ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. വിശുദ്ധ ചുംബനം കൊണ്ട് എല്ലാ സഹോദരെയും അഭിവാദനം ചെയ്യുവിൻ. ഈ കത്ത് എല്ലാ സഹോദരെയും വായിച്ചു കേൾപ്പിക്കുക. കർത്താവിന്റെ നാമത്തിൽ നിങ്ങളെ ഞാൻ ചുമതലപ്പെടുത്തുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ നിങ്ങളോടുകൂടെ. സുന്ദരം പൂശിയപ്പോൾ അങ്ങിന്ന് പ്രസരിച്ച കൃത്യമായ പരിമളം ഈ തുറക്കും എന്നതാകട്ടെ. അത് ബഹുമാനത്തിനും ഞങ്ങളുടെയും ബാബുടെയും മോഹനമായി ഇതും ഞങ്ങൾ സമർപ്പിക്കുന്നു. സ്വലീയം നാഥായ നയിക്കും. ആമേൻ. വിശ്വാസികളെ സൗഖ്യവും പകരും തൊഴികൾ ദൈവകുമാരൻ നരനായി നമ്മെ മോചിതരാക്കി. ഈ മൊഴി നിങ്ങൾ തേടി ഭാഗ്യം നിറയും വലിയൊരു വിധി ഈ സൽഗന്ധം ജീവൻ നൽകും ഔഷധമല്ലോ. ഈശോ ജെറിക്കോയിൽ നിന്ന് യാത്ര പുറപ്പെട്ടപ്പോൾ ഒരു വലിയ ജനക്കൂട്ടം അവിടുത്തെ അനുഗമിച്ചു. ഈശോ ആ വഴി കടന്നു പോകുന്നു എന്ന് കേട്ടപ്പോൾ വഴിയരികിൽ ഇരുന്ന 2 അന്ധന്മാർ ഒച്ചത്തിൽ വിളിച്ചു, കർത്താവേ, ദാവീദിന്റെ പുത്ര, ഞങ്ങൾക്ക് കരുണമേ. മിണ്ടാതിരിക്കാൻ പറഞ്ഞുകൊണ്ട് ജനക്കൂട്ടം അവരെ ശാസിച്ചു. അവരാകട്ടെ, കർത്താവേ, ദാവീദിന്റെ പുത്ര, ഞങ്ങൾക്ക് കരുണമേ എന്ന് കൂടുതൽ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. യേശു അവിടെ നിന്ന് അവരെ വിളിച്ച് ചോദിച്ചു, ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അവർ പറഞ്ഞു, കർത്താവേ, കണ്ണുകൾ തുറന്നു കാണാം. യേശു ഉള്ളരിഞ്ഞ് അവരുടെ കണ്ണുകളെ സ്പർശിച്ചു. തൽക്ഷണം അവർക്ക് കാഴ്ച കിട്ടി. അവരും കർത്താവിനെ അനുഗമിച്ചു.